പാവക്കത്തോരനാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ആവിയിൽ വട്ടണ നിർത്തിയിട്ടൊക്കെയാണ് വേവിച്ചത്. ഇത് വേറെ ലെവലാണ്. അങ്ങനെ ആരെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകട്ടെ. കടുകിട്ടു. എണ്ണ ചൂടായി, കടുകിട്ടു കേട്ടോ. അത് പൊട്ടട്ടെ. വേപ്പില മൂത്ത് കയ്പൊക്കെ ചെറുതായി നല്ല അരിയത് ഇടുന്നു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളകും പൊടി, ആ കൈപ്പക്കയ്ക്ക് പാകത്തിനുള്ള ഉപ്പും പൊടി. തോരങ്ങി നമുക്ക് പിന്നീടിടാം. കൂടുതലായാൽ ഒന്നിനും കൊള്ളില്ല, അധികമായാൽ അമൃതും വിഷം. അതുപോലെ തന്നെ കറികളിൽ ഉപ്പ് അധികമായ ഒന്നിനും പറ്റില്ല. പോരങ്ങി നമുക്ക് എന്ത് സാധനം ചേർക്കാം. ഇതുപോലാവും തോന്നുന്നുട്ടാ. ഞാൻ എനിക്കറിയണ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് ചെറുകെട്ട അപ്പത്തിന് ഇതവിടെ കിടന്ന് വേഗട്ടെ കേട്ടോ മക്കളെ. ഇപ്പം നമ്മുടെ കയ്പൊക്കെ പാവക്ക ഇവിടെ വെന്തിരിക്കുന്നു. അതിൽ ഉപ്പൊരു തരി കുറവാണ്, അതോടം കൊണ്ട് അതിൽ ഉപ്പിടുന്നു. പാകായ നോക്കാം കേട്ടോ. കറക്റ്റ് ഉപ്പായി. കയ്പൊക്കെ ഉണ്ട് കേട്ടോ. പാവക്കട കയ്പൊന്നും പോയിട്ടില്ല. ആവശ്യത്തിനുള്ള കയ്പൊക്കെ ഉണ്ട്. ഷുഗർ രോഗികൾക്കും പ്രഷർ രോഗികൾക്കും കയ്പക്കട കയ്പ് ചെല്ലേണ്ട ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഞാനൊക്കെ കയ്പക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക. ഷുഗറൊക്കെ ഹൈ ലെവലിലുള്ള ആളാണ്. ഇനിയാണ് അടുത്ത പരിപാടി. നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യം ചെയ്യുന്നു മാത്രം. നാളികേരം ചിരകിയത്. ഈ കയ്പക്കയ്ക്ക് അരമുറി നാളികേരം ചിരകിയത്. കയ്പക്കൊക്കെ വെന്തുണ്ട് കേട്ടോ. എരിവ് കുറച്ചായിട്ടിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഒരു കുറച്ച് കഴിക്കുന്ന കേട്ടോ. തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. പാത്രത്തിലാക്കിയിട്ട് കാണിക്കണമെന്നില്ല, നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇവിടെ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരുന്നുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്, എല്ലാം പാകത്തിനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഉപ്പ് കുറവായിരുന്നു. ഇപ്പം ഉപ്പ് ഇട്ടു. എരിവൊക്കെ കുറച്ച് മതി. ഒക്കെ പാകത്തിനായി. അപ്പോൾ നമ്മുടെ പാവക്കത്തോരൻ ഇവിടെ റെഡി. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഒക്കെ ഒന്നും പറയാനറിയില്ല കേട്ടോ. പറയുന്ന ആളൊന്നും ഇല്ല എൻ്റെ ഒപ്പം. ഇത് ഒന്നും പറയാത്ത ആളാ. വീഡിയോ പിടിക്കുന്ന ക്യാമറമാൻ ശരിയല്ല മക്കളെ. ഇതിങ്ങനെ നോക്കി നിൽക്കുള്ളൂ. പിടിച്ചു തന്നെ എൻ്റെ ഭാഗ്യം. മക്കളൊന്നും അറിയില്ല. ഇവിടെ വെച്ചാൽ നല്ല തല്ലി തകർത്ത് മഴ പെയ്യുന്നിട്ട് മക്കളെ. ഈ വീടിൻ്റെ പുറത്ത് ബാക്കിൽ ഞങ്ങൾ ലാസ്റ്റ് ഒരു മേശമ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവിടെ ലൈറ്റ് ഇട്ടിട്ട്. അകത്താകുമ്പോൾ ഇതൊന്നും ശരി കാണില്ല. നല്ല കോഴിക്കറി അകത്ത് വെച്ചിട്ട് കയറൊന്നും ശരിയായില്ല. കാരണം ഇട്ടില്ല, ഇരുട്ടുകാരനെ ഒന്നും ശരിയായില്ല. അപ്പോൾ കുട്ടികളൊക്കെ പിടിച്ചു. കാണാനൊരു ഇതില്ല പറഞ്ഞാൽ അവർ ഇട്ടിട്ടില്ല. എന്നാൽ ശരിയിട്ട് മക്കളെ, വീണ്ടും കാണാം. നിങ്ങൾ ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചു. ഇവിടെ നമ്മുടെ കയ്പക്കത്തോരൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ആ കലാപരിപാടി.